ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ വയനാട് പൈസ കൊടുക്കുന്നത്, ഒന്ന് പറയൂ പ്ലീസ്. എത്ര രൂപയാണെന്ന് ഒന്ന് പറയൂ പ്ലീസ്. എത്ര പൈസ കൊടുത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെ പോലെ വിഡ്ഢികളായിട്ട് നമ്മുടെ നാട്ടിനകത്ത് ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം, ഒരു പൈസ പോലും കൊടുക്കാതെ ഈ കേരളത്തിനോട് കാണിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും അങ്ങേറ്റം അംഗീകരിക്കാൻ വേണ്ടി ഒരു ഭരണഘടനാ തത്വത്തിന് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്താണെന്നുള്ളത് സാധാരണ ആളുകൾക്ക് അറിയാം. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ജനങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. തെരഞ്ഞെടുപ്പ് 13 റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിനകത്ത് നമ്മുടെ സാധാരണ ആളുകളുടെ പ്രതിഷേധമായിരിക്കും ഈ സമരത്തിനകത്ത് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് വരാൻ സമീപനമുള്ള ഒരു കേന്ദ്ര സർക്കാരാണ്. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ നേരിടേണ്ടി വരും. അല്ല, തീർച്ചയായിട്ടും എനിക്കതിലുള്ള പ്രശ്നം ശ്രീ വി രാജേഷ് പറഞ്ഞു, BJP അധികാരത്തിൽ വന്നാൽ 40 ദിവസത്തിനകത്ത് നരേന്ദ്രമോദി വന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി ഒന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു അവസരം ഉണ്ടാകത്തില്ല. അവർ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു ഭരണ നഗരസഭ വരുമ്പോൾ അതിൽ അദ്ദേഹത്തിന് വന്ന് പ്രോഗ്രാമുകൾ പങ്കെടുക്കാം. ഇതിലെ പ്രശ്നം എന്താണെന്ന് അറിയാവോ? കോമഡി പറയരുത്. 8 എങ്ങനെ 52 ആവണത്? 35 52 മനസ്സിലാക്കുക. 8 എങ്ങനെ 52 ആവും? 8 ആണോ 35 ആണോ എളുപ്പം 52 ആക്കാൻ? നിങ്ങൾ പറയുന്നു ഭരണം മാറണം, ജനങ്ങൾ പറയുന്നു ഭരണം മാറണം, ഞങ്ങൾ പറയുന്നു ഭരണം മാറണം. ഭരണം മാറണം പ്രതിപക്ഷത്തെ നിങ്ങൾ ആകവത്തം മാറണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധാരണ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ രാജേഷ് എന്ത് തെറ്റായിട്ടുള്ള സമീപനമാണ്. സ്റ്റേറ്റിന്റെ ഫണ്ട് വേണ്ട, എല്ലാം നമ്മൾ ചെയ്തോളാം, അല്ലെങ്കിൽ വേണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയല്ല. ഇവിടെ ആര് മാജിക് നമ്പർ തൊടും, ഏതക്കം മാജിക് നമ്പറിലേക്ക് എത്തും എന്നുള്ള തർക്കമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ചൂടേറിയ വാശിയേറിയ പോരാട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ കഴിയും.